ഹലോ എവ്രിവൺ, എല്ലാവർക്കും ലോറിയാൽ പ്രൊഫഷണൽസ് ഹെഡ് അപ്പ് കീസിലേക്ക് സ്വാഗതം. മിക്ക ആളുകളും അവരുടെ കരിയറിൽ നിന്ന് കുറച്ച് സംതൃപ്തി ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ജോലി നമ്മെ തൃപ്തിപ്പെടുത്തിക്കൊള്ളും. സർഗശക്തി, ആശയവിനിമയം, അഭിനന്ദനം എന്നിവയുള്ളത്. ഇത് ഏത് ജോലിയാന്ന് ഊഹിക്കാമോ? എനിക്ക് തോന്നുന്നു ഇതെല്ലാം മനുഷ്യരെ ആശ്രയിച്ചിരിക്കുന്നു. അത് അവരെ സ്വയം രൂപാന്തരപ്പെടുത്താൻ സഹായിക്കുന്നു. അതൊരു വലിയ വിജയമാണ്. ഇതാണ് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് അറിയണം. അതാണ് എനിക്ക് ഇൻസ്പിറേഷൻ ഒക്കെ തരുന്നത്. രൂപങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് എന്റെ അഭിനിവേശം. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് ഞാൻ അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടത്. ഞാൻ ആളുകളിൽ കാണുന്ന പുഞ്ചിരിയിൽ. കൂടാതെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു മാന്ത്രിക പ്രഭാവമുണ്ട്. എല്ലായ്പ്പോഴും ഒരു മാന്ത്രിക പ്രഭാവമുണ്ട്. അതിനാൽ ഇതൊരു വലിയ തൊഴിൽ മാത്രമാണ്. ഹെയർ സ്റ്റൈലിംഗ് പ്രതിഫലദായകമാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. എന്നാൽ അത് ശാരീരികമായും വൈകാരികമായും പ്രവൃത്തികൾ ആവശ്യപ്പെടുന്നു. ഒരു ഹെയർ പ്രോ എന്ന നിലയിൽ നിങ്ങൾ ക്ലയൻസിന് വേണ്ടിയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ലോറിയാൽ പ്രൊഫഷണൽ ഹെഡ് അപ്പ് കീകൾ സൃഷ്ടിച്ചത്. ഹെയർ പ്രൊഫഷണൽസിനായി ഹെയർ പ്രൊഫഷണൽസ് സൃഷ്ടിച്ച ഒരു സൗജന്യ പരിശീലനം. നമ്മുടെ മാനസികാരോഗ്യവും ക്ഷേമവും പരിപാലിക്കാൻ. ഞാൻ ഡാനിയൽ മേസൺ ജോൺസ് ആണ്, ലോറിയാൽ പ്രൊഫഷണൽ എഡ്യൂക്കേറ്റർ ആൻഡ് മെന്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ്. ഞാൻ മുൻ സൈക്കോതെറപ്പിസ്റ്റും കളറിസ്റ്റുമായ ഹേലി ജെപ്സൺ. ഈ സൗജന്യ പരിശീലനത്തിനിടെ വിവിധ തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കും. നിങ്ങളിലോ സഹപ്രവർത്തകരിലോ അവരെ എങ്ങനെ തിരിച്ചറിയാം? പരിപാലിക്കാനുള്ള ഉപകരണങ്ങളും ലഭിക്കും. നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുക. 65% ഹെയർ ഡ്രസ്സർമാർ ഇത് അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ കരിയറിലെ ആങ്സൈറ്റി, ബേൺ ഔട്ട്, ഡിപ്രഷൻ എന്നിവയിലൂടെ അവർ കടന്നുപോയിരിക്കുന്നു. ഹെയർ പ്രൊഫഷണലുകൾക്ക് മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ അക്ഷരാർത്ഥത്തിൽ എല്ലാ ഊർജവും എടുക്കുന്ന ഒരു സ്പോഞ്ചാണ്. 15 ക്ലയൻസ് വരെ ഒരു ദിവസത്തിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഫിസിക്കലിയും മെന്റലിയും തളർന്നു പോകും. മെന്റൽ ഹെൽത്ത് ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണലുകൾക്കിടയിൽ വളരെ പ്രധാനമാണ്. കാരണം ഞങ്ങൾ സൃഷ്ടാക്കളാണ്, ഞങ്ങൾ കലാകാരന്മാരാണ്. എല്ലാവരും പറയുന്നു ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ക്ലയൻറ്റിൻ്റെ തെറപ്പിസ്റ്റ് ആണെന്ന്. കാരണം നിങ്ങൾ അവരുടെ ഡിപ്രഷൻ, സാഡ്നെസ്, പിന്നെ സന്തോഷങ്ങൾ പങ്കിടുന്നു. കാരണം നമ്മൾ വെറും ഹെയർ ഡ്രസ്സേഴ്സ് ഒക്കെ മാത്രമല്ലല്ലോ. നമ്മൾ ഇന്ന് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനെ കുറിച്ചാണ് വർത്തമാനം പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തേത് സ്ട്രെസ്. ഒരു സാഹചര്യം, വ്യക്തി അല്ലെങ്കിൽ ഇടപെടൽ എന്നിവയോടുള്ള ഉയർന്ന പ്രതികരണമാണിത്. അടുത്തത് ആങ്സൈറ്റി. ഇതൊരു നിരന്തരമായ വികാരമാണ്. ഭയം അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ഉത്കണ്ഠയാണ്. അടുത്തതാണ് ഡിപ്രഷൻ. ഇത് നിങ്ങൾക്ക് സങ്കടമോ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയോ നിരാശയോ ഉണ്ടാക്കിയേക്കാം. അവസാനമായി ബേൺ ഔട്ട്. നിങ്ങൾ അമിതമായി വൈകാരികമായി തളർന്നിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് വർക്ക് ലൈഫ് ഡിമാൻഡ്സ് നിറവേറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സമയങ്ങളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ദിവസം അവസാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ ടെൻഷൻ കൊണ്ട് വരാനിരിക്കുന്ന പ്രവൃത്തി ദിവസം മുഴുവൻ ചിന്തിച്ചിരിക്കുന്നു. ഒരു സെൽഫ് കെയർ റുട്ടീൻ നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാൻ സഹായിക്കും. ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാക്കുകയും ചെയ്യും. നമുക്ക് ശരീരത്തിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങളുടെ ക്ഷേമത്തിനുള്ള ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും നീങ്ങുന്നതുമെല്ലാം. നിങ്ങൾക്കറിയാമോ 90% സെറട്ടോണിൻ നിങ്ങളുടെ ഗട്ടിലാണ് ഉണ്ടാവുന്നതെന്ന്? സെറട്ടോണിനെയാണ് ഹാപ്പി ഹോർമോൺ എന്ന് വിളിക്കുന്നത്. അത് നിങ്ങളുടെ മൂഡിനെ പോസിറ്റീവ്ലി എഫക്ട് ചെയ്യുന്നു. സമയത്ത് ഭക്ഷണം കഴിക്കാൻ കുറഞ്ഞത് 20 മിനിറ്റ് ഇടവേള എടുക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താൻ സഹായിക്കും. സർഗാത്മകതയും സമ്മർദ്ദത്തിന്റെയും ക്ഷീണത്തിന്റെയും അളവുകൾ കുറയ്ക്കും. എക്സസൈസ് നമുക്ക് നല്ലതാന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് സുഖം തോന്നുന്നു, കൂടുതൽ ഊർജവും കിട്ടുന്നു. അതോടൊപ്പം ഡിപ്രഷനും ആങ്സൈറ്റിയുടെ റിസ്ക്കും കുറയുന്നു. കാരണം നമ്മുടെ ബോഡിയിൽ സെറട്ടോണിൻ അത് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ആ ഹാപ്പി ഹോർമോണിനെ ഓർക്കുന്നുണ്ടോ? ജീവിതത്തിലെ ദൈനംദിന സമ്മർദ്ദങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യമാണ്. സഹായിക്കാനായ ടൂളുകളിൽ മികച്ച ഒന്നുണ്ട്: നിങ്ങളുടെ ശ്വസനം. ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ ശ്വസനം ശരീരത്തിന് ശാന്തമാക്കാനുള്ള ഒരു സിഗ്നലാണ്. ഇത് വേഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രധാനമായ മൈൻഡ് ബോഡി നെർവാണ്. ഇതിന്റെ അടിസ്ഥാനപരമായ ജോലി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷന് ശേഷം നിങ്ങളെ ശാന്തമാക്കുക എന്നതാണ്. ബ്രെത്ത് വർക്ക് ചെയ്യാൻ കുറെ മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് ബോക്സ് ബ്രീതിംഗ്. ഒന്ന് ശ്രമിച്ചു നോക്കണോ? നമുക്കിത് ചെയ്യാം. ഞങ്ങളിത് 4 എണ്ണത്തിൽ ചെയ്യാൻ പോകുന്നു. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. മനസ്സിൽ സാവധാനം 4 വരെ എണ്ണി മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുക്കുക. ശ്വാസം പിടിച്ചുവെച്ച് 4 വരെ എണ്ണുക.
ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. മനസ്സിൽ സാവധാനം 4 വരെ എണ്ണി മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ഇത് വീണ്ടും 3-4 പ്രാവശ്യം ആവർത്തിക്കുക. നിങ്ങളൊരു ഹെയർ പ്രോ ആയതുകൊണ്ട് നിങ്ങൾ ദിവസം മുഴുവൻ ക്ലയൻസുമായി ഇന്ററാക്ട് ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്ക് റീപ്ലേസ് ആവുന്നില്ലല്ലോ. നിങ്ങളുടെ ക്ലയന്റുകളുമായുള്ള ബന്ധം വിലപ്പെട്ടതാണെങ്കിലും ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്തുക്കൾക്ക് പകരമാകില്ല. സോഷ്യലൈസിംഗ് നിങ്ങളുടെ മൈൻഡിനും ബോഡിക്കും വളരെ നല്ലതാണ്. നിങ്ങൾ ഒരു ഫ്രീലാൻസർ ആകാം, എംപ്ലോയി ആകാം, അല്ലെങ്കിൽ ഒരു മാനേജർ. ജോലിയുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു മികച്ച മാർഗമാണ് നിങ്ങളുടെ ബൗണ്ടറീസിനെ സെറ്റ് ചെയ്യുക, അത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ തൊഴിൽ നയങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ആരംഭിക്കാനുള്ള ഒരു നല്ല സ്ഥലം. നിങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അത് സംബന്ധിച്ചുള്ള ഒരു ചെറിയ രേഖാചിത്രം ഉണ്ടാക്കുക. പുതിയ ക്ലയന്റുകൾക്ക് ഇമെയിൽ വഴി ഇതയക്കാം. നിങ്ങൾക്കൊരു ഓൺലൈൻ ബുക്കിംഗ് സർവീസ് ഉണ്ടെങ്കിൽ. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിനെ മറികടക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല ഉള്ളത്. ക്ലയൻസ് വൈകിയേക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അതിന്റെ റിസൾട്ട് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർ വളരെ ചിന്താകുലരായിരിക്കും. സാഹചര്യം എന്തായാലും ഇത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത വിധം എപ്പോഴും സംഭവിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അവയ്ക്കായി തയ്യാറാകാനും തൽഫലമായി സമ്മർദ്ദം കുറഞ്ഞ രീതിയിൽ പ്രതികരിക്കാനും കഴിയും. തയ്യാറാക്കിയ ഒരു പ്രൊഫഷണൽ പ്രസ്താവനകളുടെ ഒരു ലിസ്റ്റ് ഉപയോഗിച്ച് ഞങ്ങൾ ഇത് ചെയ്യുന്നു. നിങ്ങളൊരു സലോണിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്ലയന്റുകളുമായി മാത്രമല്ല ഇടപെടുക. നിങ്ങൾക്ക് കോ വർക്കേഴ്സ് ഉണ്ടാകും. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് ആകും. മികച്ച കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളൊരു മാനേജർ ആയിരിക്കുമ്പോൾ പ്രധാന റോളുകളും ജോലികളും നിർവചിക്കുക. ആളുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അറിയേണ്ടത് പ്രധാനമാണ്. നിലം തൂക്കുക, അലക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യുക. എളുപ്പം കൈകാര്യം ചെയ്യാവുന്ന സ്റ്റെപ്സിലൂടെ നിങ്ങളുടെ വെൽനസ് സംരംഭങ്ങൾ ആരംഭിക്കുക. സമയത്തിന്റെ തികവിൽ നാം നമ്മുടെ മാനസികവും വൈകാരികവുമായ തലങ്ങൾ മെച്ചപ്പെടുത്തും. കാരണം നിങ്ങളൊരു ഹെയർ പ്രോ ആണ്. ക്ലയൻസിന് വേണ്ടി നിങ്ങളുണ്ട്. ലോറിയൽ പ്രൊഫഷണൽ നിങ്ങൾക്ക് വേണ്ടിയും. ഹെഡ് അപ്പ് കീസ് ഉപയോഗിച്ച് നിങ്ങൾ സലോണിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. അങ്ങനെ നിങ്ങളുടെ ടാലന്റ് മികച്ചതായി അറിയപ്പെടും. നിങ്ങൾ തയ്യാറാണോ? ഹെഡ് അപ്പ് കീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം.